ഇപ്പോൾ ലൈവിൽ കണ്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബാത്റൂമിൽ ക്ലോസറ്റിൽ ആരോ ടിഷ്യൂ പേപ്പർ വച്ചു. നമ്മുടെ ബാത്റൂം ഏരിയ ക്ലീൻ ചെയ്യുന്ന ആര്യനും അപ്പാനി ശരത്തും കൂടെയാണ്. അപ്പോൾ ഇത് സംസാരമോ അവിടെ ആരാണിത് ചെയ്തതെന്ന് പെണ്ണുങ്ങളടുത്തും എല്ലാം സംസാരിച്ചു. അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ബെന്നി പറയുകയാണ്, ഇനി നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ട് പൊക്കി വെച്ചതിന് ശേഷം യൂറിൻ പാസ് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ അപ്പാനി ശരത്ത് പറഞ്ഞു, മുടി ഭയങ്കരമായിട്ട് ബാത്റൂമിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മുടി കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉടനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അനീഷിന് ഒരു കാര്യമില്ല അങ്ങോട്ട് പോവേണ്ട. അനീഷ് ഉടനെ പോയി ചെന്ന് അവിടെ ബാത്റൂമിൻ്റെ മുടി കൊണ്ടുവന്ന് കിച്ചൻ്റെ ആ ഒരു ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടു. അതാരാ ചെയ്തത് എനിക്കിപ്പോൾ അറിയണം. അപ്പം നമ്മുടെ ആര്യം പറഞ്ഞു, ഞാനാ ചെയ്തത്, തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചെയ്യൂത്തെന്നോ. അപ്പം ഞാൻ ബാത്റൂമിൻ്റെ മുടി കൊണ്ടുവന്നിട്ട് ഞാൻ കിച്ചൻ്റെ പുറത്തൊന്നുമല്ലല്ലോ വെച്ചാൽ, ഞാൻ ഡസ്റ്റ്ബിന്നല്ലേ ഇട്ടെ. അപ്പം മുൻഷി പറഞ്ഞു, കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ മുൻഷിയാണ്, മുൻഷിക്ക് പരാതിയൊന്നുമില്ല, പിന്നെ എന്തിനാ അനീഷ് ആവശ്യമില്ലാതെ ഏറ്റെടുക്കുന്നത്. കാരണം അനീഷ് ഒരു കണ്ടൻറ് ക്രിയേറ്ററായിട്ട് എല്ലാ സ്ക്രീനും പേസും തനിക്ക് കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ആ ഒരു കൗണ്ടറിൽ കയറി പിടിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം അപ്പാനി ശരത്ത് പറഞ്ഞു, തനിക്കെന്താ അധികാരം മുടി കൊണ്ടുവന്ന് ഡസ്റ്റ്ബിൻ ഇടല്ലെന്ന് പറയാം, അത് കിച്ചണിൻ്റെ സ്ഥലത്ത് അങ്ങനെ മുടി ഇടാൻ പാടില്ല, എന്തായാലും ഡസ്റ്റ്ബിന്നിലല്ലേ ഇട്ട, കിച്ചൻ്റെ പുറത്തൊന്നും വച്ചിട്ടില്ലല്ലോ എന്ന് അപ്പാനി ശരത്ത് ചോദിച്ചു. വീണ്ടും അനീഷ് വിട്ടുകൊടുക്കുന്നില്ല. അനീഷ് പറയുകയാണ്, ഈ കിച്ചൺ ടീമിൽ നടന്ന ആ ഒരു കാര്യം, അതായത് ആര്യൻ മുടി കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിലിട്ടത് വേറെ ആരോ ആണ് അനീഷിനോട് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ആരാണോ ആ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് വന്ന് പറയണം, നമ്മളാണ് ആര്യൻ ചെയ്തത് കണ്ടിട്ട് പറഞ്ഞത് എന്ന്. അപ്പോൾ ആരും തന്നെ പുറത്ത് വരുന്നില്ല. അപ്പോൾ അനീഷ് വീണ്ടും ചമ്മിപ്പോയി. പിന്നെ നോക്കുമ്പോൾ നെവിൻ അനീഷിനെ കളിയാക്കുകയാണ്. നല്ല രീതിയിൽ അനീഷിനെ നെവിൻ കളിയാക്കുന്നു. അതായത് അനീഷിൻ്റെ ആ ഒരു മാനറിസം ഉണ്ടല്ലോ, എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, അതേപോലെ അനീഷിനെ നെവിൻ അതേ ആ ഒരു മാനറിസത്തിൽ നടന്ന് കാണിച്ച് മുടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിത്തിരിച്ച് നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് എടുക്കാനായിട്ട് ബിഗ് ബോസ് അലാറം അടിച്ചൊക്കെയാണ്. അപ്പോൾ അനീഷ് ക്യാപ്റ്റനല്ലേ പറയാണ്, വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, അത് കളയാനുള്ള സമയമായിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ബിൻസിയും ഷാനവാസിതും അനൗൺസ്മെൻറ്റോ മറ്റൊരു ബിഗ് ബോസ് ആവാൻ ശ്രമിക്കുകയാണെന്നാണ് തോന്നുന്നത്. ബിഗ് ജോസ് അല്ല, ബിഗ് ജോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ബിൻസി പറയാണ്, വാ ചേട്ടാ വാ, നമുക്ക് റൂമിൽ പോവാം, വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്, വാ നമുക്ക് പോവാം. അതായത് അനീഷിനെ വേസ്റ്റാക്കി മാറ്റിയിട്ട് അനീഷിൻ്റെ കൈയും പിടിച്ച് വാ നമുക്ക് റൂമിൽ പോവാം, ചേട്ടനാണ് നമ്മളെ വേസ്റ്റ്, കളയാൻ സമയമായിരിക്കുകയാണ് എന്നാണ് ബിൻസി പറഞ്ഞത്. ബിൻസി ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്.